വെൽക്കം ടു ലേണിനോ. നമ്മൾ കമ്മ്യൂണിക്കേഷൻസിലെ MCQ സെറ്റ് 8 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാൻഡ്വിഡ്ത്ത് ഓഫ് എ n-bit ബൈനറി കോഡഡ് PCM സിഗ്നൽ ഫോർ മോഡുലേറ്റിംഗ് എ സിഗ്നൽ ഹാവിംഗ് ബാൻഡ്വിഡ്ത്ത് ഓഫ് f ഹെർട്സ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാൻഡ്വിഡ്ത്ത് ഓഫ് n-bit ബൈനറി കോഡഡ് PCM സിഗ്നൽ ആണ്. PCM സിഗ്നലിന്റെ ബാൻഡ്വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. PCM സിഗ്നലിന്റെ ബാൻഡ്വിഡ്ത്ത് എന്താണ്? n ഇൻറ്റു എഫ് ഹെർട്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ ബാൻഡ്വിഡ്ത്ത് ഓഫ് f ഹെർട്സ് തന്നിട്ടുണ്ട്, n ഇൻറ്റു എഫ് ഹെർട്സ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നമ്മളിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, PCM systems require regenerative repeaters over long distances. അപ്പോൾ PCM സിസ്റ്റത്തിന് നമ്മൾ റീജനറേറ്റീവ് റിപ്പീറ്റർ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സിനെ വെക്കാറുണ്ട്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഓപ്പറേഷൻസ് വിച്ച് സച്ച് എ റിപ്പീറ്റർ പെർഫോംസ് ഈസ്. അങ്ങനെ നമ്മൾ വെക്കുന്ന റിപ്പീറ്ററിന്റെ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എന്താണ്? ഇപ്പോൾ 3 ഓപ്പറേഷൻ ആണുള്ളത്, ടൈമിംഗ്, ഈക്വലൈസേഷൻ, ഡിസിഷൻ. ഈ 3 ഓപ്പറേഷന്റെ ഓർഡർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓർഡർ? നമുക്കിവിടെ ഈ ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും. എന്താണ് നമ്മുടെ ഓർഡർ? ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഈക്വലൈസേഷൻ, ടൈമിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈക്വലൈസേഷൻ, ടൈമിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ആൻസർ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ഓഫ് ആൻ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വിത്ത് 4 kHz ബാൻഡ്വിഡ്ത്ത് ആൻഡ് 15 dB SNR ഈസ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ നമുക്കിവിടെ കപ്പാസിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട് 4 kHz എന്ന്, അതുപോലെ SNR തന്നിട്ടുണ്ട്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ dBയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്ക് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ നമ്മളിവിടെ എടുത്തെഴുതി. ഇനി നമുക്ക് dBയിലാണ് SNR തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ആൻറ്റിലോഗ് ചെയ്തിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ചു 31.62 എന്ന്. എന്നിട്ട് കപ്പാസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 4000 എന്താണ്? 4 kHz ആണ്. അപ്പോൾ 4000 ഇൻറ്റു ലോഗ് 31.62. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ 20,000 ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 20,000 ബിറ്റ്സ് പെർ സെക്കൻഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, a communication channel with additive white Gaussian noise has a bandwidth of 4 kHz and an SNR of 15 dB. Its channel capacity is. നമ്മൾ ലാസ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടുത്തെ ഒരേ ഒരു വ്യത്യാസം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ചാനലിലെ നോയ്സ് എന്ന് പറയുന്നത് അഡിറ്റീവ് വൈറ്റ് ഗോസിയൻ നോയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ചാനൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? 400 log 1 plus സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്കിവിടെ dBയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 31.623 എന്ന് കിട്ടി. എന്നിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കപ്പാസിറ്റി ചാനൽ കപ്പാസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4000 നമുക്ക് തന്നിട്ടുണ്ട്, ബാൻഡ്വിഡ്ത്ത് 4 kHz ആണെന്ന്. നമുക്ക് ലാസ്റ്റ് 20.11 kbps എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ കാരിയർ ഈസ് സൈമൾട്ടേനിയസ്ലി മോഡുലേറ്റഡ് ബൈ 2 സൈൻ വേവ്സ്. അപ്പോൾ നമ്മളിവിടെ 2 സൈൻ വേവ്സ് വെച്ചിട്ടാണ് മോഡുലേഷൻ ചെയ്യുന്നത്. വിത്ത് മോഡുലേഷൻ ഇൻഡീസസ് 0.3 ആൻഡ് 0.4. അപ്പോൾ ആദ്യത്തെ 0.3യും രണ്ടാമത്തെ മോഡുലേഷൻ ഇൻഡെക്സ് 0.4 ആണ്. ഇഫ് മോഡുലേറ്റഡ് പവർ ഇസ് 10 kW, മോഡുലേറ്റഡ് പവർ 10 kW ആണെങ്കിൽ ടോട്ടൽ മോഡുലേറ്റഡ് പവർ വിൽ ബി, ടോട്ടൽ മോഡുലേറ്റഡ് പവർ ആ സിസ്റ്റത്തിന്റെ മോഡുലേഷൻ സിസ്റ്റത്തിന്റെ ടോട്ടൽ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം MT കാണാം. MT ഈസ് ഈക്വൽ ടു നമുക്ക് M1 ആയിട്ട് എടുക്കുക 0.3, M2 ആയിട്ട് എടുക്കുക 0.4. ഇപ്പോൾ MT നമുക്ക് √0.25 0.5 എന്ന് കിട്ടും. സോ നമ്മുടെ ടോട്ടൽ മോഡുലേറ്റഡ് പവറിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാരിയറിന്റെ പവർ 10 kW തന്നിട്ടുണ്ട്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മോഡുലേറ്റഡ് പവർ 10.125 kW എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. Last question, in a DSB-SE system with 100% modulation, the power saving is. അപ്പോൾ നമ്മുടെ DSB-SE സിസ്റ്റം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഡബിൾ സൈഡ് ബാൻഡ് ഉണ്ടാവും, സപ്രസ്ഡ് കാരിയറിനെ സപ്രസ് ചെയ്യും. അപ്പോൾ നമ്മൾ 100% മോഡുലേഷൻ ആണെങ്കിൽ നമുക്ക് എത്ര പവർ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. പവർ ഓഫ് ദ കാരിയർ ഈസ് ഈക്വൽ ടു 2/3 ഓഫ് ദ ടോട്ടൽ പവർ. അപ്പോൾ ടോട്ടൽ പവറിന്റെ 2/3 പോർഷൻസും എന്താണ് എടുത്തിരിക്കുന്നത്? കാരിയർ ആണ് എടുത്തിരിക്കുന്നത്. പവർ ഓഫ് ദ കാരിയർ ആണ്. അപ്പം നമുക്ക് കാരിയറിനെ സപ്രസ് ചെയ്യാൻ പറ്റിയാൽ ടോട്ടൽ പവറിന്റെ 2/3 പോർഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ഇഫ് കാരിയർ ഈസ് സപ്രസ്, ദെൻ 2/3 ഓഫ് ടോട്ടൽ പവർ ഓർ 66% ഓഫ് പവർ വിൽ ബി saved. So നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 66.6%. സോ നമ്മുടെ ഈ ഒരു MCQ അവസാനിക്കുകയാണ് ഈ ഒരു സെഷൻ. താങ്ക് യു.